എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിനി ഭരതൻ. അപ്പോൾ നമ്മൾക്ക് ഒരു നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ളൊരു ഹണി ബീനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് നമ്മുടെ ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലൻ ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനതിൽ 10 മണിയുടെ തൈയാണ് നട്ടിരിക്കുന്നത്. അതായത് പെട്ടെന്ന് പൂവിടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനത് സെലക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ അധികം വേരൊന്നും ഉണ്ടാവില്ലല്ലോ, കുറേ അധികം വേരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ കടകളിലൊക്കെ മിഠായി വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബോട്ടിലുകൾ ഉണ്ടാവില്ലേ, അത് വല്ല 5 രൂപയോ 10 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു സംഭവമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ റൗണ്ടിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ മഞ്ഞ കളറ് പെയിൻറ്റ് അടിച്ചിട്ട് ഒരു 2 ദിവസം ഉണങ്ങാനായിട്ട് വെച്ചു. ഇപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് മുമ്പ് തന്നെ ഡ്രൈനേജ് ഹോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലിങ്ങനെ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മോൾ ഭാഗത്ത് നിന്ന് ഇവിടെയും അതുപോലെ തന്നെ അതിന് പാരലായിട്ട് ഇവിടെയും കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒരു ഓപ്പണിങ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, നടുവിൽ അങ്ങനെ ഓപ്പണിങ്. അപ്പോൾ ഇവിടെ മുറിച്ച് കളയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഉണ്ടാക്കി ഇടുക. അപ്പോൾ നമ്മൾക്ക് ആ ഹണി ബീയുടെ ചിറകായിട്ട് ഉപയോഗിക്കേണ്ടത് അത് തന്നെയാണ്. പിന്നെ നമുക്ക് തൂക്കിയിടാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയിടാനായിട്ടുള്ള ഹോളുകളും അവിടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് തൂക്കിയിടല്ല ചെയ്യണത്. ഇനി നമ്മൾ അതിൻ്റെ അടപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് കണ്ണും പിന്നെ മൂക്ക്, വായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് മാർക്കർ വെച്ചിട്ടാണ് കണ്ണും ഇത് വരച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്പർ 1 എന്ന് പറയുന്ന ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കറുത്ത പെയിൻറ്റ് കൊണ്ട് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തു. അപ്പോൾ അതും ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഞാനതിന് ചിറക് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ജസ്റ്റ് ഒരു ചിറകിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു നാന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ വാല് കുറച്ചിങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ മാർക്കർ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. ഇനി എനിക്ക് ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ സാധാരണ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി, അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അത് പുറത്തോട്ട് 2 സൈഡിൽ നിന്നും നമ്മൾ നന്നായിട്ട് വളച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനതിൽ മണ്ണ് നിറച്ചു. കാരണം ഇനിയുള്ള പെയിൻറ്റിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണ് നിറയ്ക്കുമ്പോൾ അതിലൊക്കെ മണ്ണ് പറ്റി പിടിക്കും. അപ്പോൾ ആ മണ്ണ് വെച്ചതിന് ശേഷം ആ പെയിൻ്റൊന്നും അതിലേക്ക് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പേപ്പർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ മഞ്ഞയും ബ്ലാക്കും ആണല്ലോ അത്. അപ്പോൾ നമ്മൾ ഈ ചിറകിൻ്റെ ഉൾവശം നമ്മൾക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനതിൻ്റെ ഉൾവശം ഇങ്ങനെ വിടർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി ഈ മഞ്ഞ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അതിനൊരു ഔട്ടർ ലെയറായിട്ട് കാണുന്നുണ്ട്, നമ്മൾ നേരത്തെ മാർക്കർ കൊണ്ട് വരച്ചതാണ്. അത് നമുക്ക് ലാസ്റ്റ് ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ചും വരച്ചു കൊടുക്കാം. ഇപ്പം മഞ്ഞ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ ഒരു 1-2 കോട്ട് അടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് തേനീച്ചയ്ക്ക് എന്താ വേണ്ടത്, നമ്മളുടെ 2 ആൻറ്റിന എന്ന് പറയില്ലേ, നല്ല 2 കൊമ്പുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതും കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ മുന്നേ ജസ്റ്റ് ഇതുപോലെ ചെടി നട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴാണ് എനിക്കതിങ്ങനെ ഹണി ബീ ആക്കാം എന്നുള്ളൊരു ഐഡിയ തോന്നിയത്. അപ്പോൾ അതാ 2 ഭാഗത്തെയും ചിറകുകൾ നമ്മൾ ഒരേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ണും മൂക്കൊക്കെ വരച്ചിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ആയിട്ടാണ് അതിൻ്റെ ഹണിബിയുടെ ആൻറ്റിന പോലെ, അതിന് ഞാൻ വേണ്ടി ഒരു പകുതി മുറിച്ച മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഇതുപോലെ അതിൻ്റെ ആൻറ്റിനയുടെ ഷേപ്പ് വരച്ചെടുക്കുക. അതുപോലെ ഒരു വള ഷേപ്പിൽ അടിവശവും ഒരു റിങ് വെട്ടിയെടുത്തു. ഇതപ്പോൾ കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തു. താഴെ കുപ്പിയും ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഇവിടെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അത് ആൻറ്റിനയായിട്ട് നിൽക്കും. ഇപ്പം ഞാനിവിടെ ഫെവി ബോണ്ട് എന്ന് പറയുന്ന ഒരു പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് പശയാണ്. ഇതുപോലത്തെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും, വളരെ ഫാസ്റ്റായിട്ട് ഒട്ടും കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ടാണ് 10 രൂപയാണ് പശയ്ക്ക് വില. അപ്പോൾ അതാ അതിൻ്റെ ആൻറ്റിനെ നമ്മൾ വെറുതെ അങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു റിങ് കൂടി ആ കുപ്പിയിൽ നിന്ന് വെട്ടിയെടുത്തത്. അപ്പോൾ നല്ല ഭംഗിയിൽ കറക്റ്റായിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാനും നമുക്ക് എളുപ്പമുണ്ടല്ലോ. അത് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു. അതുമ്പോൾ ചെറിയൊരു ഡിസൈൻ വർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
ഈ മഞ്ഞയിൽ നമ്മൾ ഹണി ബീക്ക് എങ്ങനെയാണ് മേലിങ്ങനെ കുറച്ച് വരകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇടയിൽ ഓരോ ഡോട്ടും പിന്നെ ഓരോ ലൈൻസുമാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ വീതി കുറഞ്ഞ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിന് ലൈൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞയും ഈ ബ്ലാക്കും നല്ല കോമ്പിനേഷനാണല്ലേ. ഈ കളറിലൊരു കിളീനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല ഭംഗിയാണ് ആ കിളീനെ കാണാൻ അല്ലേ. പിന്നെ ഈ മഞ്ഞയും കറുപ്പും കണ്ടാൽ പിന്നെ എന്താ ഓർമ്മ വരിക? ലഡുവിൽ എങ്ങനെയല്ലേ ഈ മഞ്ഞ കളറും മുന്തിരിയും കൂടിയിട്ട് ലഡുവിന് ഈ കളറാണ്. പിന്നെ നമ്മൾക്ക് എന്താ ഓർമ്മ വരിക? ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലോ ഈ മഞ്ഞയും കറുപ്പും കാണുമ്പോൾ. നമ്മളുടെ ബാലരമയിലെ വിക്രമനില്ലേ, വിക്രമൻ്റെ ബനിയൻ ഈ കളറിലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ബാലരമ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എല്ലാ എപ്പിസോഡിലും വിക്രമൻ ഈ മഞ്ഞയും കറുപ്പും ബനിയനായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് കൊണ്ട് ഒരു അക്രമം കാണിച്ചിട്ട് ഒരു വിക്രമനെ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മൾ പെയിൻ്റൊക്കെ കുറച്ച് അവിടെയൊക്കെ ഇത്തിരി പ്രശ്നം വന്നതൊക്കെ ഞാൻ തുടച്ച് നീറ്റാക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചിറകിലും നമ്മളിതുപോലെ ഇങ്ങനെ ലൈൻസ് കൊടുക്കുക. നമ്മളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ഡോട്ട് ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ കൃത്യമായ സ്ഥലത്തൊന്നുമല്ല, ഗ്യാപ്പ് കണ്ടെടുത്തൊക്കെ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മഞ്ഞ ഒരു പെയിൻ്റ് അടിച്ച് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിന്മേൽ വേറൊരു പെയിൻറ്റിൻ്റെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്പേസ് ഒഴിച്ചിട്ടിട്ട് വേണം ബാക്കിയുള്ളവിടുത്ത് ഫില്ല് ചെയ്യാൻ. അതല്ലാതെ ഒരു പെയിൻറ്റ് ഉണങ്ങാനായിട്ട് മുമ്പ് അതിൻ്റെ മുകളിൽ വേറെ പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പോൾ അതാകെ സ്പ്രെഡാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ചിറകിലൊക്കെ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ആ പെയിൻറ്റിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് മണ്ണ് ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന് മുന്നേ നന്നായി ഉണങ്ങിയ സമയത്ത് തന്നെ ഈ മണ്ണ് അതിൽ നിറച്ചത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഡോട്ടും ഇട്ടു, ലൈൻസും കൊടുത്തു. ഇനി ഇതാ ഈ ആൻറ്റിനയുടെ ഈ ഭാഗത്ത് അവിടെ നമ്മൾക്ക് ഈ കറുപ്പ് പെയിൻ്റ് ഉണ്ടല്ലോ, ആ കറുപ്പ് പെയിൻറ്റ് വെച്ചിട്ട് ആ കുപ്പിയുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ ആ ഒരു കളർ അങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പം നമ്മൾക്ക് അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കറുപ്പ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു ആർച്ചിലും കൂടി ഈ ബ്ലാക്ക് പെയിൻറ്റ് നമുക്ക് കൊടുക്കാം. അതങ്ങനെ താഴ്ത്തിക്ക് വേണ്ട കേട്ടോ, അതിൻ്റെ ഫേസ് ചുമപ്പന്നായിട്ട് ഇരുന്നോട്ടെ. കാരണം ആ കറുപ്പും മഞ്ഞയ്ക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഈ റെഡും കൂടിയാവുമ്പോൾ. ഇപ്പോൾ നമ്മൾ അവിടെ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, വെറുതെ ഒരു കണ്ണും മൂക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ അതിൽ പെയിൻ്റ് ഒന്നും ചെയ്യണ്ട. അപ്പം മിക്ക മിഠായിയുടെ കുപ്പികൾക്കൊക്കെ ഇത് തന്നെയായിരിക്കില്ലേ, ഈ ചുമന്ന ഒരു അടപ്പായിരിക്കും. അതിപ്പോൾ വേറെ കളർ അടപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പെയിൻ്റൊക്കെ ഉണങ്ങാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. അതായത് ഈ ഡോട്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് അതൊക്കെ ഉണങ്ങിയെന്ന് കാണുമ്പോൾ നമുക്കതിൽ ചെടികൾ നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെടികളൊക്കെ നട്ടു. പല കളറ് 10 മണിയുടെ തൈകളാണ് കേട്ടോ ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൾട്ടി കളറായിട്ട് ഇങ്ങനെ പൂവുണ്ടായി നിൽക്കണതാണ് നല്ല ഭംഗിയല്ലേ, ഒരേ കളറിനെ നിൽക്കണേക്കാൾ. അപ്പോൾ അതാ ഞാൻ പൂ വിരിഞ്ഞപ്പോൾ ഒരു ദിവസം ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ നമ്മളുടെ ഗാർഡനിലൊക്കെ എങ്ങനെ ഇത് കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗാർഡനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ തേനീച്ചയാണല്ലേ എപ്പോഴും പൂന്തോട്ടത്തിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരാൾ. തേനീച്ച ഉണ്ടെങ്കിലാണ് പൂക്കൾ നല്ലോണം ഉണ്ടാവുള്ളൂ, പരാഗണമൊക്കെ നടന്ന് നല്ലോണം പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മയില്ലേ, തേൻ കുടിക്കുന്നു പരാഗണം നടക്കുന്നു. അതുപോലെ തേനീച്ച വന്നാൽ മാത്രമേ ഒരു പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ബോട്ടിൽ സംഘടിപ്പിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഒരു പശുവിനെ പോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തേനീച്ച. അപ്പോൾ നല്ല കളർഫുള്ളാവും, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ അവർക്ക് ചെടി നനയ്ക്കാനും ഒക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം എൻ്റെ അടുത്ത്. നിങ്ങൾ കമൻസ് ഇടണം.
പിന്നെ എൻ്റെ ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പം ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ബൈ.